പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ച നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പടച്ച റബ്ബിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യന് ബാങ്കിന്റെ ജവാബല്ലാതെ എന്തെങ്കിലും പറഞ്ഞ, കൂടുതലൊന്നും വേണ്ട, കൂട്ടുകാരനെ കാണുമ്പോൾ അളിയ സുഖമാണോടാ, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോടാ, കച്ചവടമൊക്കെ ഉണ്ടാടാ, അള്ളാഹുവെ പടച്ചവനെ നിന്റെ നാവ് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ പൊങ്ങില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. അല്ലേ, ബാങ്ക് വിളിക്കണ സമയത്ത് കയ്യിൽ ഫോൺ ഉണ്ട്, ഒന്ന് താഴ്ത്തി വെക്കൂല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കണ സമയത്തൊന്നും മിണ്ടാതിരിക്കാൻ പള്ളിക്കകത്ത്, അള്ളാന്റെ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കും, ഹൗലിന്റെ കരകിലിരുന്ന് സംസാരിക്കും, കമ്മിറ്റി ഓഫീസിന്റെ അകത്തിരുന്നിട്ട് സംസാരിക്കും. ബാങ്ക് വിളിക്കുന്ന സമയം നിന്റെ ആക്കിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസാരമാണെന്ന് കരുതിയോ അപ്പ? അറിയോ, മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, 5-6 സ്ഥലങ്ങളിൽ 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 30 കൊല്ലത്തെ നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സ്വലാത്ത്, നിന്റെ ഖുർആൻ, നിന്റെ സദക്ക സർവ്വതും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 32 ഞാൻ ഒരൊറ്റ പ്രാവശ്യം സംസാരിച്ച 6 സമയങ്ങളിൽ ഒരു സമയം ഞാൻ സംസാരിച്ച എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ ചെയ്തത് പോയി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 6 സമയങ്ങളിൽ ഒരു സമയം ബാങ്ക് വിളിക്കുന്ന സമയമാണെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ആ ബാങ്കിന്റെ ജവാബല്ലാതെ എന്തെങ്കിലും സംസാരിച്ചാൽ, ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ സംസാരിച്ച കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി ജീവിതകാലം മുഴുവനും ചെയ്യുന്നത് അങ്ങോട്ട് പോകാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കാം. ഒരൊറ്റ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ, ഉസ്താദെ സുഖമാണോ, വീട്ടിൽ പോയോ, മതി, കൂടുതലൊന്നും വേണ്ട, ദുനിയാവിന്റെ കാര്യമല്ലേ, ഒരു വാക്ക് പറഞ്ഞ 30 കൊല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്സാരമാണെന്ന് കരുതിയോ സഹോദര? അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുക എന്ത് മഹത്വം എന്നറിയൂ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഉസ്താദന്മാരൊന്നുമല്ല ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുക്രിയ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആ മനുഷ്യനാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ നമ്മൾ ആരും ആ സാധുവിനെ പരിഗണിക്കൂല. മുക്രിക്ക് വല്ല മുക്രി എന്നാ വിളിക്കണേ, കളിയാക്കും അല്ലേ? ആ മനുഷ്യൻ ആരും പരിഗണിക്കൂല. പക്ഷെ അള്ളാഹു ആ മനുഷ്യനെ പരിഗണിക്കും. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും, ബാക്കി എല്ലാവരും താഴ്ത്തി. 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇന്ന് വരെ, ഈ നിമിഷം വരെ ഉള്ളത് അള്ളാഹു പുറത്തരുമാറാകട്ടെ, അള്ളാഹു പുറത്തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാര്യം സൂക്ഷിച്ചോ, ആക്കിബത്ത് മോശമാകുന്ന കാര്യമാണ്. കൊച്ചുകുട്ടികൾക്ക് അറിയാം, മദ്രസയിൽ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരു അറിവാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു 5 മിനിറ്റ് അങ്ങ് മിണ്ടാതിരിക്കുക. ആ മുസ്ലിമീങ്ങൾ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ നിർത്തും, നമ്മൾ നിർത്തൂല, അപ്പോഴും കവലയ പ്രസംഗമാണ്. അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അമുസ്ലിമീങ്ങൾ വരെ, ചില അമുസ്ലിമീങ്ങൾ വരെ, നമ്മളൊക്കെ വലിയ കൊലകൊമ്പൻ ഭീകര വന്ന് വിളിക്കുന്നവന്മാർ വരെ, വയല് പറയുന്നവന്മാർ പോലും ബാങ്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ നിർത്തും. അത് എന്തിനാന്ന് എനിക്കറിയില്ല, ദുനിയാവിനോ ആഖിറത്തിനോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർ വരെ ബാബിനെ ബഹുമാനിക്കും. പക്ഷെ നമ്മുടെ കൗമ് അപ്പോഴും കവലയിൽ നിന്ന് വയല് പറയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഇൽമ് ഖുർആൻ പഠിക്കുന്ന 100 വിദ്യാർത്ഥികൾ ഈ പള്ളിയിലുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കാമിൽ അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളാണ് ഈ നിരന്നിരിക്കുന്നത്. വെള്ള ജുബ്ബയും തൊപ്പിയൊക്കെ ധരിച്ച് അൽഹംദുലില്ലാഹ് മലക്കുകളെ പോലെ ഇരിക്കുന്ന മക്കൾ. അതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ നാടിന്റെ വെളിച്ചം ആ സ്ഥാപനമാണ്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാണാൻ വലിയ സുന്ദരമൊന്നുമില്ല. കാരണം ഇന്നിപ്പം സുന്ദരനാവണമെങ്കിൽ മുടി ഇങ്ങനെ വളർത്തണം, മുടി ഇങ്ങനെ എന്താ പറയുക, കുരുവിയുടെ കൂട് പോലെ മുടി വളർത്തണം, കീറി പറഞ്ഞ പാൻറ്റിട്ടുകൊണ്ട് നടക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഫാഷൻ. പക്ഷേ ഞങ്ങൾക്കതൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഇരിക്കുന്ന മക്കൾക്കൊക്കെ ഒരു ജീൻസിൻ്റെ പാൻറ്റ് ഇട്ട് നല്ലൊരു ഷർട്ട് ഇട്ട് ഒരു ബൈക്കിൻ്റെ മുകളിൽ കയറി ഫോണും പിടിച്ചൊക്കെ പകുതി പട്ടി കടിച്ച പോലെ മുടിയൊക്കെ വെട്ടി നടക്കണമെന്നുണ്ട്. പക്ഷെ ആഗ്രഹമുണ്ട്, വേണ്ട.
ഇതെല്ലാം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത് സ്വർഗത്തിൽ പോകുമ്പോൾ അവിടെ പിന്നെ എന്തും ചെയ്യാമല്ലോ. മുടി വെട്ടണോ വെട്ടണ്ട, ഫോൺ വിളിക്കണോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനു വേണ്ടി അങ്ങ് മാറ്റിവെച്ചിരിക്കുക. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നാഫിയാ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളായ മക്കളിൽ പെടുത്തുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞത് സാലിഹായ മക്കളെ കിട്ടണം, വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല. മക്കള് കണ്ടില്ലേ, ദുആ ചെയ്യുമ്പോ വെറുതെ അല്ലാഹുവേ സാലിഹായ ദുആ ചെയ്യുന്ന മക്കളെ കിട്ടണം. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ തരുമാറാകട്ടെ. സാലിഹായ മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുണ്ട്, കണ്ടിട്ടില്ലേ, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സദക്ക കൊടുക്കും, വഴുതു പറയും, വഴുതു കേൾക്കും, എല്ലാ കാര്യവും ചെയ്യും. പക്ഷെ വാപ്പാനെ പള്ളിക്കുഴി കൊണ്ട് കുഴിച്ചിട്ട് ആ പരിസരത്തോട്ട് പോകത്തില്ല. അങ്ങനെയുള്ളവനെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? പറ മനുഷ്യന്മാരെ, വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. കുഴിച്ചിട്ടിട്ട് ഖബറിന്റെ അടുക്ക നിന്ന് ദുആ ചെയ്യുന്നവനെയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു അങ്ങനെയുള്ള മക്കൾ പെടുത്തുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ, നിങ്ങളുടെ നാട്ടിൽ സ്ഥാപനമുണ്ട്, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. അള്ളാഹുവേ, ഒരു വാപ്പയ്ക്ക് നീ ബർക്കത്ത് ചെയ്യണേന്ന്. അള്ളാഹു ആ വാപ്പമാരെ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത പിതാക്കന്മാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഏത് പിതാവിനാണ് നബി ദുആ ചെയ്തത്? ഏത് പിതാവിനാണ് ബർക്കത്തുണ്ടാകട്ടെ എന്ന് നബി ദുആ ചെയ്തത്? തന്റെ മക്കളെ നേരെയാക്കാൻ, തന്റെ മക്കളെ നന്നാക്കാൻ വീട്ടിലൊരു വടി വെട്ടി വെച്ചിട്ടുണ്ടോ? ആ വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വടിയുണ്ടോ? അപ്പൊ നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ മക്കളെ നേരെയാക്കാൻ വീട്ടിലൊരു ചുള്ളിക്കമ്പെങ്കിലും വെച്ചിട്ടുള്ള വാപ്പമാരൊന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതി കൊണ്ട മക്കളെ തല്ലി നേരെയാക്കാൻ വീട്ടിൽ വടി വെച്ചിട്ടുള്ള വാപ്പമാര്, സുബ്ഹാനല്ലാഹ്. രക്ഷപ്പെട്ടു വാപ്പ. നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് തരേണ്ട സമയത്ത് തന്ന് നന്നാക്കി, അതുകൊണ്ട് നിങ്ങളുടെ മക്കളും നന്നായി. പക്ഷെ നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് നീ വയലിനും മോൻ കടത്തെണ്ണയിൽ ഇരിക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലേ മനുഷ്യ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞ്, അതുകൊണ്ട് ബർക്കത്ത് വേണമെങ്കിൽ പോകുമ്പോ നിന്റെ പറമ്പീന്ന് ഒരു ചുള്ളിക്കമ്പൊടിച്ചോ. വല്ലവന്റെ പറമ്പിൽ നടക്കണ്ട, പൈസ കൊടുത്തും മേടിക്കണ്ട. നിന്റെ പറമ്പിൽ നിന്ന് ഒരു ചെറിയ കമ്പൊടിച്ച് നിന്റെ വീടിന്റെ അകത്ത് കൊണ്ടുപോയി അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൊണ്ടുവച്ചൂടെ? വേണമെങ്കിൽ വെച്ചാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടിയിട്ട് എനിക്ക് നേട്ടമൊന്നും ഇല്ലല്ലോ. നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന മക്കളോട്, നാഫിയാ ഇൽമ പഠിക്കുന്ന മക്കളോട്, മക്കളെ ഉസ്താദന്മാര് തല്ലും, തല്ലുകൊള്ളുക. അതന്നെ, തല്ലിയാലേ ഇൽമ പഠിക്കത്തുള്ളൂ. തല്ലുകൊണ്ടാലേ. പലരും വിടാത്ത എന്താ, ഉസ്താദന്മാരെങ്ങാനും തല്ലിക്കഴിഞ്ഞാൽ പിന്നെ ബദർ, ഉഹദ്, ഹന്തക്കൊക്കെ നടത്തണേ. സഹോദര, ഖുർആൻ പഠിക്കണമെങ്കിൽ തല്ലിയേ പറ്റൂ. തല്ലിയാലേ ഖുർആൻ പഠിക്കത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തെളിവ് വേണോ? തല്ലാനുള്ളതിന് തെളിവ് വേണോ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ 40ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകന് ഗുഹയ്ക്കൊക്കെ തിരിക്കുമ്പോൾ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഖുർആനിന്റെ 1ാമത്തെ സൂറത്ത് ഓതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ കലം. എന്നിട്ട് പറഞ്ഞു, ഓതി നബിയെ. റസൂലുള്ളാഹി എന്താ പറഞ്ഞേ? എനിക്കറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഓതാൻ അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം കെട്ടിപ്പിടിച്ച് ഉമ്മയോടുത്തെ എന്ത് ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെ കെട്ടിപ്പിടിച്ചു, ശരീരം നല്ലതുപോലെ ഒന്ന് വേദനിപ്പിച്ചു. കെട്ടിപ്പിടിച്ചിട്ട് പ്രവാചകന്റെ ശരീരം ഒന്ന് വേദനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓതി നബിയേ, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ശരീരം വേദനിച്ചപ്പോൾ പ്രവാചകൻ ഓതി, തല്ലുകൊണ്ടാലേ പഠിക്കത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മതിയോ? തല്ലുകൊണ്ടാലേ, ശരീരം വേദനിച്ചാലേ പഠിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഉസ്താദന്മാരെ അടിക്കാതെ നിന്നാ അകത്ത് പോയി ഉണ്ട തിന്നിട്ട് വരും.